ചന്ദ്രനിലൂടെ ഇനി ട്രെയിൻ ഓടിത്തുടങ്ങും. ചൂളം വിളികളും വലിയ ശബ്ദവുമായി ചന്ദ്രന്റെ വിരിമാറിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങും. കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുവെങ്കിലും സംഭവം സത്യമാണ്. ചന്ദ്രോപരിതലത്തിൽ ട്രെയിൻ സർവീസും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ശീതയുദ്ധ കാലഘട്ടം മുതലേ ലോകരാജ്യങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന ബഹിരാകാശ യുദ്ധത്തിന്റെ മുന്നോടിയാണോ അമേരിക്കയുടെ ഈ നീക്കം എന്ന സംശയങ്ങൾ ഉയർന്നേക്കാം. എന്താണ് നാസ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ചന്ദ്രനിലും ചായക്കട തുടങ്ങുമെന്ന് നമ്മൾ ഇടയ്ക്ക് തമാശയായി പറയാറുണ്ട്, അല്ലേ? ചായക്കട ഉടനെ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ചന്ദ്രനിൽ ചൂളം വിളിച്ചു പായുന്ന ട്രെയിൻ എത്താൻ പോവുകയാണ്. അപ്പോൾ ചായക്കടയും വരുമല്ലോ. കേൾക്കുമ്പോൾ ചെറിയ അന്താളിപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെ സ്വാഭാവികമാണ്. സംഭവം വിശ്വസിക്കാം. കാരണം തീരുമാനമെടുത്തിരിക്കുന്നത് നാസയാണ്. ചന്ദ്രനിൽ ചൂളം വിളിച്ചു പായുന്ന ട്രെയിൻ എന്തു നല്ല നടക്കാത്ത സ്വപ്നമെന്നാണോ? എന്നാൽ അങ്ങനെ കരുതണ്ട. ചന്ദ്രോപരിതലത്തിൽ ട്രെയിൻ സർവീസും റെയിൽവേ സ്റ്റേഷനും ഒക്കെ തുടങ്ങാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ നാസ. പദ്ധതിയുടെ സാധ്യതാ പഠനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നാസ പുറത്തുവിട്ട വിവരം. സൗരയൂഥത്തിൽ മനുഷ്യർ കാലുകുത്തിയ മറ്റൊരിടം കൂടിയാണ് ചന്ദ്രൻ. ചാന്ദ്ര പരിവേഷണത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട്. നമ്മുടെ സംസ്കാരത്തിനും സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാൾ കൂടിയാണ് നമ്മുടെ അമ്പിളി അമ്മാവൻ. ആ അമ്പിളിയിലാണ് പുതിയ റെയിൽവേ പാത സജ്ജീകരിക്കാനായി അമേരിക്ക തയ്യാറാകുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകജനത സാക്ഷ്യം വഹിച്ച ശീതയുദ്ധത്തിലെ പ്രധാന ഘടകമായിരുന്നു ബഹിരാകാശ ദൗത്യങ്ങൾ. രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയും വല്ലാതെ വളർന്നു. അമേരിക്കയെ തോൽപ്പിക്കാൻ യുഎസ്എസ്ആറിനെ തോൽപ്പിക്കാൻ അമേരിക്കയും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് 1959 സെപ്റ്റംബർ 13 സോവിയറ്റ് യൂണിയന്റെ ലൂണ 2 ചന്ദ്രനെ സ്പർശിച്ച ആദ്യ മനുഷ്യനിർമ്മിത വസ്തുവായി ചരിത്രം കുറിച്ചത്. റഷ്യയുടെ പേടകം ചന്ദ്രനിലെത്തിയതോടെ അമേരിക്കയും അടങ്ങി നിന്നില്ല. കൃത്യം 10 വർഷമായപ്പോൾ 1969 ജൂലൈ 29 അമേരിക്കയിലെ അപ്പോളോ 11 ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യരെ ഇറക്കി ചരിത്രത്തിലേക്ക് കുതിച്ചു. അങ്ങനെ ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തി. 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിഡും അപ്പോളോ 11 ചന്ദ്രനിൽ ഇറങ്ങിയതോടെ ബഹിരാകാശ പരിവേഷണങ്ങൾക്ക് പുത്തൻ ഉണർവ് കൈവന്നു. സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലെ ജീവന്റെ സാധ്യത പഠിക്കാനും മനസ്സിലാക്കാനും ചന്ദ്രനിൽ ഒരിടം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് നാസ പുതിയ പദ്ധതിക്ക് തുടക്കമിടുന്നത് എന്ന് തന്നെ വിചാരിക്കാം. ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് എന്ന പേരിലാണ് നാസ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നതെന്ന് ശാസ്ത്ര വെബ് പോർട്ടലായ സയൻസ് ലൈവ് റിപ്പോർട്ട് ചെയ്തു. ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കുന്ന പേടകങ്ങളിലൂടെ പെയ്ലോഡിന് സുഗമമായി ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കുന്നതിനായിരിക്കും ഈ റെയിൽവേ ഉപയോഗിക്കുക. റോബോട്ട് നിയന്ത്രിത ട്രെയിൻ ആയിരിക്കും ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തുക എന്നതാണ് അടുത്ത കാര്യം. ബഹിരാകാശത്തെ പുത്തൻ പരിവേഷണങ്ങളുടെ ഭാഗമായി സയൻസ് ഫിക്ഷൻ സ്വഭാവത്തിലുള്ള പദ്ധതികൾ വികസിപ്പിക്കാനായി ആരംഭിച്ച നാസാസ് ഇന്നോവേറ്റീവ് അഡ്വാൻസ് കൺസെപ്റ്റ്സ് പ്രോഗ്രാം നിയാക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നിയാക് ആണ് ചന്ദ്രനിലെ റെയിൽവേ പദ്ധതിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. 2030 ചന്ദ്രോപരിതലത്തിലൂടെ ചരക്കു ഗതാഗതം സാധ്യമാക്കുകയാണ് നാസയുടെ പുതിയ ലക്ഷ്യം. ചന്ദ്രനിൽ പെലോഡ് ഗതാഗതത്തിനായി ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വയം നിയന്ത്രിതവും കാര്യക്ഷമവുമായി ആദ്യത്തെ റെയിൽവേ സംവിധാനം ഒരുക്കുകയാണ് നാസ ലക്ഷ്യമിടുന്നതും പ്രൊജക്ട് തലവൻ എദാൻ സ്കാലർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നാസയുടെ ജെറ്റ് പ്രൊപ്പോൾഷൻ ലബോറട്ടറിയിലെ റോബോട്ടിക്സ് എഞ്ചിനീയറാണ് എദാൻ. ഒരു ബ്ലോഗ് പോസ്റ്റിലൂടെയാണ് വിസ്മയിപ്പിക്കാൻ പോകുന്ന നാസയുടെ പുതിയ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം ലോകത്തോട് വെളിപ്പെടുത്തിയത്. ആരായിരിക്കും ട്രെയിൻ നിയന്ത്രിക്കുക എന്ന സംശയം തോന്നിയേക്കാം. അതിനുള്ള ഉത്തരവും അദ്ദേഹം തന്നെ നൽകുന്നുണ്ട്. മാഗ്നറ്റിക് റോബോട്ടുകളായിരിക്കും ട്രെയിനുകൾ നിയന്ത്രിക്കുക എന്നാണ് ബ്ലോഗ് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത്. ചക്രങ്ങളോ കാലുകളോ ട്രക്കുകളോ ഒക്കെയുള്ള പതിവ് ചാന്ദ്ര റോബോട്ടുകളിൽ നിന്ന് വ്യത്യസ്തനായിരിക്കും ഇവ. ഇവയ്ക്ക് ചലിക്കുന്ന അവയവങ്ങളും ഉണ്ടാകില്ല. ചന്ദ്രനിലെ പൊടിപടലം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ട്രാക്കിന് മുകളിലൂടെ ഒഴുകി നടക്കുകയായും ഇവ ചെയ്യുകയെന്നും എദാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്ക് പരിചിതമായ റെയിൽവേ ട്രാക്കുകളായിരിക്കില്ല ചന്ദ്രോപരിതലത്തിൽ ഒരുങ്ങുന്നത്. മറിച്ച് വ്യത്യസ്ത രീതിയിലായിരിക്കും റെയിൽവേ വിഭാവനം ചെയ്യുക. പരമ്പരാഗത റോഡ്, റെയിൽവേ, കേബിൾ സംവിധാനങ്ങളെ പോലെ ചന്ദ്രോപരിതലത്തിൽ ട്രാക്കുകൾ നേരത്തെ നിർമ്മിച്ചു വെക്കില്ല. പകരം റോബോട്ട് ഉപരിതലത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നതിനനുസരിച്ച് പായ പോലെ ചുരുൾ നിവരുന്ന പോലെയായിരിക്കും ട്രാക്കുകൾ സജ്ജമാക്കുന്നത്. ഏതു തരത്തിലുള്ള പെലോഡ് സാധന സാമഗ്രികളും ആവശ്യമായ വേഗത്തിൽ കൊണ്ടുപോകാൻ ഫ്ലോട്ട് റോബോട്ടുകൾക്കാകും. വൻ സജ്ജീകരണങ്ങളുള്ള ട്രെയിനിൽ 10 ലക്ഷം കിലോഗ്രാം ഭാരമുള്ള സാധനങ്ങൾ വരെ ഒരു ദിവസം കിലോമീറ്ററുകൾ ദൂരത്തെത്തിക്കാനും സാധിക്കും. അടുത്ത ഘട്ടത്തിൽ ചന്ദ്രനിലൂടെ മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകുന്ന തരത്തിൽ ഫ്ലോട്ട് ട്രെയിനുകൾ വികസിപ്പിക്കുമെന്നും ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നുണ്ട്. ചന്ദ്രോപരിതലത്തിലെ മനുഷ്യ പരിവേഷണങ്ങൾക്ക് ഉതകുന്ന രീതിയിലായിരിക്കും റോബോട്ടുകളെ വികസിപ്പിച്ചെടുക്കുക. മനുഷ്യന്റെ ചാന്ദ്ര പരിവേഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വെല്ലുവിളികൾക്കെല്ലാം ഇതുവഴി വലിയ അളവിൽ പരിഹാരം കാണാനാകുമെന്നു തന്നെയാണ് നാസയുടെ പുതിയ പ്രതീക്ഷ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.